second I'm freaking it out. Cause I was trying to touch it, I was peeping it out. She turned around and was trying to put my dick in the mouth. I let her. പെട്ടെന്ന് കുക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഷോ, ഞാൻ എന്തൊക്കെയാ കാണുന്നേ? ശരിക്കും പറയാലോ, അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്മസ് വെക്കേഷൻ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. I want to see her. I really miss my kitten so much. അവൾ പതിയെ ബെഡിന്റെ സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുന്നു. എന്നിട്ട് നേരെ നോക്കുന്നതും ഇവളെന്താ ഇവിടെ? എടി എടി എന്നേക്ക്, അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറയുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകുന്നു. ആളിപ്പോഴും ഉറക്കത്തിലാണ്. കണ്ണു തുറക്കാതെ തപ്പിത്തടഞ്ഞ് അവൾ പോയിട്ട് നേരെ വന്ന് വീണ്ടും കട്ടിലിൽ കിടക്കുന്നു. ഇവക്ക് വട്ടായ? ഇവളെന്താ എന്നെ കണ്ടില്ലേ? ഡീ എണീക്ക്, ഈ മാക്രി. ആയിഷ്, ഏതവളാടിയത്? എന്നെ ഉറങ്ങാനും സമ്മതിക്കൂല. എടി എണീക്ക്, അവളെ കുളിക്ക് വിളിക്കുന്നു. നിന്നെ ആരടി? ഓ എടി മണ്ടി, ഇത് ഞാനാടി, എണീക്ക്. ഈ സൗണ്ട് വേവികളുടെ പോലെ ഉണ്ടല്ലോ. കുക്കി ജിമിനെ തിരിച്ചു കിടത്തി അവളെ ഹഗ് ചെയ്തിട്ട് ജിമിൻ പതിയെ കണ്ണു തുറക്കുന്നു. കുക്കിയും ജിമിനും രണ്ട് അറ്റത്തേക്ക് മാറി നിന്ന്, പ്രേതം പ്രേതം എന്റെ മറ്റോള്. നീ എങ്ങനെ അടി ഇവിടെ എന്റെ വീട്ടില്? ആയിഷ്, നിന്റെ വീടായത്? ഇതെന്റെ വീടാടി. അത് ശരിയാണല്ലോ, ഞാനെന്താ ഇവിടെ? അതാടി ഞാനും വിചാരിക്കണത്. എനിക്കറിഞ്ഞൂടാടി, ഞാൻ ഒരു സ്വപ്നം കണ്ട്. She explained it. ഓ, അപ്പോ എന്റെ ബേബികൾ എന്നെ മിസ് ചെയ്തു അല്ലേ? നമ്മുടെ പ്രണയത്തിന്റെ തീവ്രത കൊണ്ടായിരിക്കും ഞാനിവിടെ വന്നത്. നീ ഓർത്തതെന്തായാലും നന്നായി. എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. അല്ല, മാമൻ എത്രയും ദൂരം വന്നതല്ലേ, അപ്പോ മാമന് സ്പെഷ്യലായിട്ട് എന്നാ തന്നെ? എടി ഞാൻ പോയി ചായ ഇട്ട് തരാം. യോ, ഇവളൊക്കെ ഏതാ? നീ ഇങ്ങ വന്നേ. ജിമിനി കുക്കിന്റെ കൈ വലിച്ച് പതിയെ അവളെ ജിമിന്റെ മടിയിൽ ഇരുത്തുന്നു. അയ്യോ, എനിക്ക് ഉള്ള കൂട്ടർ കളഞ്ഞ് എല്ലാം നശിപ്പിച്ച്. എടി ഞാനിപ്പോ വരാവേ. ഓ ശരി. കുറച്ചു സമയത്തിന് ശേഷം കുക്കി വാഷ്റൂമിൽ പോയിട്ട് വരുന്നു. വന്നപ്പോ ജിമിനി മുടി ചീകുന്നതാണ് കാണുന്നത്. കുക്കി ഒരു ചെറിയ ചിരിയോടുകൂടി ജിമിന്റെ അടുത്ത് പോയി ബാക്ക് ഹഗ് ചെയ്യുന്നു. So good. നിനക്കെന്താണ്? കുക്കി hug tightly her. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? നിനക്ക് എന്നെ ഇഷ്ടാണോ? ആണല്ലോ, നീ എന്റെ ബെസ്റ്റി അല്ലേ? അങ്ങനെയല്ല, റൊമാൻറ്റിക്കലി.
ഓ ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു. ജിമ്മിനെ വിട്ട് കുക്കി ചെറിയൊരു ദേഷ്യത്തോടു കൂടി ബെഡിൽ പോയി കിടന്നു. ഡീ, ഞാൻ വെറുതെ പറഞ്ഞ എന്റെ ബേബികൾ വിഷമായോ? ഞാൻ ശരിക്കും പറയാല, എനിക്ക് നിന്നോട് എന്തൊക്കെയോ ഉണ്ട്. ബെഡിൽ ഇരുന്ന് കുക്കിയുടെ കയ്യിൽ തൊട്ട് പറയുന്നു, സോറി, ഐ ലവ് യു. ആദ്യം ഞാൻ പറഞ്ഞത് ഞാൻ ഓർത്ത്. നിനക്ക് ഞാൻ ബെസ്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞത് നിനക്ക് സങ്കടമായോ? കുക്കി പെട്ടെന്ന് എണീറ്റ് ജിമ്മിന്റെ ഷോൾഡറിൽ 2 കൈയും വെച്ചിട്ട്, എനിക്കറിയാം ഞാൻ സാഡൊന്നും ആയില്ല. അതെങ്ങനാ? അതൊക്കെ പിന്നെ പറയാം. പക്ഷെ കുക്കി ഒരു കള്ളച്ചിരിയോടെ ജിമ്മിന്റെ 2 ചീക്കിലും കൈവച്ചിട്ട് അവർ ഇപ്പോ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കിയുടെ കണ്ണ് പെട്ടെന്ന് ജിമ്മിന്റെ ലിപ്സിലേക്ക് നോക്കിക്കൊണ്ടേ പോവാണ്. അതൊരു കിസിലേക്ക് പോകുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് അങ്ങനെ. കുക്കി, നീ എന്താണ് കാണിക്ക്? കുക്കി പെട്ടെന്ന് മാറി ഒന്നും ജിമ്മിനെ നോക്കുകയാണ്. അപ്പോഴേക്കും ജിമ്മിൻ കുക്കീനെ കിടത്തി ടോപ്പ് വന്ന്, ഇറ്റ്സ് വെരി സ്ലോ ബേബി, യു ആർ സോ വീക്ക്, മമ്മി can make it fast. ഓഹോ, ചലഞ്ച് എന്നെങ്കിൽ ആരാന്ന് നോക്കാം. ടോപ്പ്, I'm ready. I'm ready ചിരിച്ച. പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇടി പെണ്ണെ, നിനക്ക് എന്തടേ? നിനക്ക് വട്ടായ? ഒരൊറ്റടി. അയ്യോ, അത് വേദനിച്ച്, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവൾ ശരിക്കുള്ള സ്വപ്നത്തിൽ നിന്നും എണീറ്റു. അയ്യോ അമ്മ, എന്താ അമ്മ എന്റെ റൂമില്? അവളെന്തേ? ആരുടെ കാര്യാടി നീ പറയണേ? എന്റെ പെണ്ണെ, നിനക്ക് വട്ടായോ? ഉറക്കത്തിൽ എന്താ പിച്ചുമ്മയും പറയണേ? ഓരോന്ന് കാട്ടി ചിരിക്കുന്നു. നീ ഇങ്ങനെയൊക്കെ കിടന്ന് പറയണ കേട്ടിട്ടാ ഞാൻ നിന്നെ അടിച്ചു വിളിച്ചത്. ഇത്ര സന്തോഷമുള്ള സ്വപ്നം എന്തായിരുന്നു? അമ്മ കേക്കട്ടെ. അയ്യോ, അത് ഞാൻ മറന്ന്. ഹലോ ബേബി ഗേൾ. ഹലോ മൈ കിറ്റൻ. എടി പിന്നെയില്ലേ, ഇന്നിവിടെ ആരും ഇല്ലെന്നേ. ഞാൻ ഒറ്റക്ക. അമ്മയൊക്കെ ഒരിടം വരെ പോവാ. നാളെ വൈകിട്ടേ വരൂ. ഓ ആണോ? എന്നെങ്കിൽ ഞാൻ വരട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വാ. ആ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു സ്വപ്നം കണ്ടടി. എന്താ കണ്ട്? എന്താടി കണ്ട്? ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പെട്ടെന്ന് ഡോർ ബെൽ റിംഗ് ചെയ്യുന്നു. അവൾ തുറക്കുന്നു. മോളെ, കുക്കിന്ന് ഒറ്റക്കായിരിക്കും. അമ്മയൊക്കെ നാളെ വൈകിട്ട് വരൂ. അപ്പോ നീ ഇന്ന് ഹോസ്റ്റലിൽ നിൽക്കാതെ അവളുടെ കൂടെ നിൽക്കണേ. പിന്നെ രണ്ടുപേരും കരുതിയിരിക്കണം. ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അതിനെന്താ അമ്മേ, അമ്മ പേടിക്കണ്ട, അവളെ ഞാൻ നോക്കിക്കോളാം. എന്നെങ്കിൽ ശരി മോളെ, താങ്ക്സ്. ശരി അമ്മേ. ഇറ്റ്സ് മൈ പ്ലഷർ, ഇറ്റ്സ് മൈ പ്ലഷർ, ഇറ്റ്സ് മൈ പ്ലഷർ,
ഇറ്റ്സ് മൈ പ്ലഷർ.